രാഷ്ട്രീയത്തിലെ നിർണായകമായ 3 വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കടന്നാക്രമിച്ചുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നടത്തിയ പ്രതികരണം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതുറന്നിരിക്കുകയാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഹൈക്കോടതി നൽകിയ വിധി BJPയുടെ രാഷ്ട്രീയ വേട്ടയാടലിനേറ്റ കനത്ത പ്രഹരമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അതോടൊപ്പം തന്നെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് CPM സ്വീകരിക്കുന്ന നിലപാടുകളെയും ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചാ വിവാദത്തെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. നാഷണൽ ഹെറാൾഡ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രം ഹൈക്കോടതി തള്ളിയതോടെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടകൾ പൊളിഞ്ഞു വീണിരിക്കുകയാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. കോടതിയുടെ വരാന്തയിൽ പോലും നിലനിൽപ്പില്ലാത്ത വെറും കെട്ടുകഥകളാണ് ഈ കേസിലൂടെ BJP പ്രചരിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. 2016 മോദി സർക്കാർ അധികാരമേറ്റപ്പോൾ CBI ഈ കേസിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. അന്നൊരു തരത്തിലുള്ള അഴിമതിയും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് അവസാനിപ്പിച്ച കേസാണിത്. എന്നാൽ 2021 രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി ഈ കേസ് വീണ്ടും പൊടിതട്ടിയെടുക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നട്ടലൊടിക്കാനും ഗാന്ധി കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ED ഈ കേസുമായി മുന്നോട്ട് പോയത്. രാഹുൽ ഗാന്ധിയെ 55 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതും സോണിയാഗാന്ധിയെയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും സമാന രീതിയിൽ പീഡിപ്പിച്ചതും ജനാധിപത്യ സംവിധാനത്തിലെ കറുത്ത അധ്യായങ്ങളാണെന്ന് വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ED എന്നത് BJPയുടെ ഒരു പോഷക സംഘടനയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതിന് പകരം യജമാനനായ BJPയുടെ കൽപ്പനകൾ അനുസരിക്കുന്നത് രാജ്യത്തിന് തന്നെ അപമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യങ് ഇന്ത്യ എന്ന കമ്പനിയുടെ പേരിൽ യാതൊരു സാമ്പത്തിക ക്രമക്കേടും നടന്നിട്ടില്ലെന്ന് കോടതിയുടെ പുതിയ ഉത്തരവോടെ വ്യക്തമായിരിക്കുകയാണ്. വ്യാജ പ്രചരണങ്ങൾ പടുത്തുയർത്തി ഒരു പ്രസ്ഥാനത്തെയും അതിന്റെ നേതാക്കളെയും ഇത്രയും കാലം വേട്ടയാടിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജനങ്ങളോട് മറുപടി പറയണം. ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള CPMന്റെ വിലയിരുത്തലുകളെ KC വേണുഗോപാൽ പരിഹസിച്ചു. ജനങ്ങൾ സർക്കാരിനെതിരെ നൽകിയ വിധിയുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം അനാവശ്യമായ വിവാദങ്ങളിൽ അഭയം പ്രാപിക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പുറത്തിറങ്ങിയ പോറ്റിയെ കേറ്റി എന്ന പാട്ടിൽ വർഗീയത കണ്ടെത്താനുള്ള CPMന്റെ ശ്രമം അവരുടെ പരാജയഭീതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഒരു പാട്ട് എഴുതിയതിന്റെയോ പാടിയതിന്റെയോ പേരിൽ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മോദിയെയും പിണറായി വിജയനെയും ഒക്കെ പരിഹസിച്ചും വിമർശിച്ചും എത്രയോ പാട്ടുകൾ വരുന്നു. അതിലൊക്കെ വർഗീയത തിരഞ്ഞ് കേസെടുക്കാൻ പോയാൽ ജനാധിപത്യം എവിടെയുണ്ടാകും എന്ന് അദ്ദേഹം ചോദിച്ചു. ഭരണവിരുദ്ധ വികാരം കൊണ്ട് വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ അത് മറച്ചുവെക്കാൻ ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് CPMനെ കൂടുതൽ പതനത്തിലേക്ക് നയിക്കൂ. CPMഉം CPIയും തമ്മിൽ പരാജയത്തിന്റെ പേരിൽ പരസ്യമായി തർക്കിക്കുന്നത് ഇടതു മുന്നണിയുടെ തകർച്ചയുടെ സൂചനയാണെന്നും വേണുഗോപാൽ നിരീക്ഷിച്ചു. ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളിൽ കുറവുണ്ടായെന്ന വാർത്തകൾ അതീവ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് കാണുന്നത്. അയ്യപ്പന്റെ സ്വർണം പോലും മോഷ്ടിക്കാൻ ധൈര്യം കാണിക്കുന്നവരെ വെറുതെ വിടില്ലെന്ന് വേണുഗോപാൽ പറഞ്ഞു. ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടക്കുന്നത് ആശ്വാസകരമാണ്. സത്യം പുറത്തുവരുമെന്നും കുറ്റവാളികൾ എത്ര ഉന്നതരായാലും ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭക്തരുടെ വികാരങ്ങളെ മാനിക്കാത്ത ഒരു സർക്കാരിനും അധികകാലം നിലനിൽപ്പില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേന്ദ്രത്തിൽ BJP നടത്തുന്ന ഏകാധിപത്യപരമായ നീക്കങ്ങളെയും കേരളത്തിൽ LDF നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളെയും ഒരേപോലെ തുറന്നു കാട്ടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കോടതിയുടെ വിധികൾ നീതിയുടെ വിജയമാണ്. അധികാരം ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാമെന്ന BJPയുടെ മോഹത്തിനുള്ള തിരിച്ചടിയാണ് നാഷണൽ ഹെറാൾഡ് കേസിലെ വിധി. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് KC വേണുഗോപാൽ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്.